പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്നാണ് ഒരു കാലം കഴിഞ്ഞാൽ പണത്തെക്കുറിച്ച് ആശങ്കപ്പെടാതെ കുടുംബത്തോടൊപ്പം സമാധാനമായി ജീവിക്കുക, അല്ലേ? ആ കാലത്തെയാണ് നമ്മൾ റിട്ടയർമെന്റ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ആ സുവർണകാലം ആസ്വദിക്കാൻ നിങ്ങൾക്ക് എത്ര പണം വേണ്ടി വരുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കൃത്യമായിട്ട് കണക്ക് കൂട്ടിയിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ്. നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതത്തിന് വേണ്ട ആ മാന്ത്രിക സംഖ്യ എങ്ങനെ കണ്ടെത്താമെന്ന്. ഈ കണക്കുകൂട്ടൽ ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണ് തുറപ്പിച്ചേക്കാം. പല പ്രവാസികളും കരുതുന്നത് കുറച്ച് പണം സമ്പാദിച്ച് നാട്ടിൽ പോയാൽ മതി, അവിടെയുള്ള സ്ഥലവും വീടും ഒക്കെ ഇല്ലേ, അതുകൊണ്ട് അങ്ങ് ജീവിക്കാമെന്നാണ്. ഇതൊരു അപകടകരമായ ചിന്തയാണ്. കാരണം നമ്മൾ മറന്നുപോകുന്ന ഒരു വില്ലനുണ്ട്: പണപ്പെരുപ്പം. ഇന്ന് നിങ്ങൾക്ക് ജീവിക്കാൻ മാസം 50,000 രൂപ മതിയെങ്കിൽ 20 വർഷം കഴിഞ്ഞ് റിട്ടയർമെന്റ് ആകുമ്പോൾ അതേ ജീവിത ശൈലിക്ക് ഒരുപക്ഷെ 2 ലക്ഷം രൂപ വേണ്ടി വരും. ആരോഗ്യ പ്രശ്നങ്ങൾ കൂടും, ആശുപത്രി ചെലവുകൾ വർദ്ധിക്കും. ആ കാലത്ത് മക്കളെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർത്തു നോക്കും. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്നത് എത്രത്തോളം വിഷമമുണ്ടാക്കുന്നതാണ്. ഈ അവസ്ഥ ഒഴിവാക്കാൻ നിങ്ങളുടെ റിട്ടയർമെന്റ് കോർപ്പസ് അഥവാ ആ മാന്ത്രിക സംഖ്യ കണ്ടെത്താൻ നമുക്ക് 4 പടികളിലൂടെ കടന്നു പോകാം. ഒന്നാമതായിട്ട് നിങ്ങളുടെ വാർഷിക ചിലവ് കണ്ടെത്തുക എന്നുള്ളതാണ്. റിട്ടയർമെന്റിന് ശേഷം നാട്ടിൽ ജീവിക്കാൻ നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ വേണ്ടി വരുമെന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ കണക്കാക്കുക. ഉദാഹരണത്തിന് മാസം 50,000 രൂപ. അപ്പോൾ നിങ്ങളുടെ വാർഷിക ചെലവ് എന്നുള്ളത് 50,000 ഇൻറ്റു 12, 6 ലക്ഷം രൂപയാണ്. രണ്ടാമതായിട്ട് പണപ്പെരുപ്പം കണക്കാക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് എത്ര വർഷം കഴിഞ്ഞാണ് റിട്ടയർമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കുക. ഉദാഹരണത്തിന് ഒരു 20 വർഷം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ശരാശരി ഇപ്പോൾ പണപ്പെരുപ്പം 6%. അപ്പോൾ 20 വർഷം കഴിയുമ്പോൾ ഇന്നത്തെ 6 ലക്ഷത്തിന് ഏകദേശം 19 ലക്ഷത്തിന്റെ വില ഉണ്ടാവും. അതായത് 20 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു വർഷം ജീവിക്കാൻ ഏകദേശം 19 ലക്ഷം രൂപ വേണ്ടി വരുമെന്നാണ്. ഇത് നമുക്ക് ഓൺലൈൻ ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. മൂന്നാമതായിട്ട് നിങ്ങളുടെ കോർപ്പസ് കണക്കാക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് ഏറ്റവും ലളിതമായിട്ടുള്ള നിയമം വരുന്നത്. 25x റൂളാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ റിട്ടയർമെന്റ് കാലത്തെ ആദ്യ വർഷത്തെ വാർഷിക ചിലവിനെ 25 കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ നേരത്തെ ഒരു വർഷം നമുക്ക് ജീവിക്കണമെങ്കിൽ 19 ലക്ഷം രൂപ വേണമെന്ന് കണ്ടെത്തി. ആ 19 ഇൻറ്റു 25 അങ്ങനെയാണെങ്കിൽ 4.75 കോടി. അതാണ് നിങ്ങളുടെ ഈ മാന്ത്രിക സംഖ്യ. ഇത്രയും വലിയ തുക നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓരോ വർഷവും 4% പിൻവലിച്ചാൽ പോലും നിങ്ങളുടെ മുതൽ കുറയാതെ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റും. 4, നിങ്ങൾ നിക്ഷേപം തുടങ്ങുക എന്നുള്ളതാണ്. ഈ വലിയ സംഖ്യ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എത്രയും നേരത്തെ നിക്ഷേപം തുടങ്ങുന്നുവോ അത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നുള്ളതാണ്. ഒരു മാസം ഒരു നിശ്ചിത തുക നല്ലൊരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ SIP ആയി നിക്ഷേപിച്ചാൽ കൂട്ടുപലിശയുടെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് ഈ ലക്ഷ്യം നേടാൻ സാധിക്കും. ഈ കണക്കുകൂട്ടൽ നിങ്ങളെ ഭയപ്പെടുത്താനല്ല, മറിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കാനാണ്. റിട്ടയർമെന്റ് സംഖ്യ എത്രയാണെന്നൊന്ന് കണക്കുകൂട്ടി നോക്കൂ. നാളെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് NPS അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്.